ഗുഡ് ഈവനിങ് ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് നമ്മൾ 24ാമത്തെ സെഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു സീരീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ഷൻ, പ്രവൃത്തി എങ്ങനെ കൊണ്ടുപോകാം, അതെങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ആക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം. നമുക്കിപ്പോ അറിയാം, ഇപ്പൊ ഇവിടെ ഹംസ സാർ ഇപ്പൊ നമ്മൾ കണ്ടു സെഷനിൽ ആദ്യം ഒന്ന് വീഡിയോ ഓൺ ആക്കിയപ്പോ ആള് ഡ്രൈവിങ്ങിലാണ് അല്ലെ. അപ്പൊ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ വഴികളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജീസിലാണ് ഇത്രയും റോഡുകളൊക്കെ മോഡലൈസ് ചെയ്ത് നല്ല നല്ല സിസ്റ്റമാറ്റിക് ആക്കി എടുത്തത്. ആദ്യം ഈ വഴികളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ വഴികളൊക്കെ ആദ്യം കാട് പിടിച്ച അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാത്ത കുറെ ഏരിയകളായിട്ട് കിടക്കുകയായിരുന്നു. ദെൻ ചെറിയ ചെറിയ യാത്രകൾ നടന്നു, പിന്നെ സ്ഥിരമായ ആളുകൾ അതിലൂടെ യാത്ര ചെയ്തു. അങ്ങനെയാണ് അവിടെ ഒരു ഒരു പാത്ത് രൂപപ്പെട്ടത്, ഒരു വഴി രൂപപ്പെട്ടത്. ദെൻ അതിനെ പിന്നീട് മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്ന് നാം കാണുന്ന ഈ റോഡുകളൊക്കെ ഉണ്ടായത് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റവും. ബ്രെയിന് ശരിക്കും ഒരു പാത്ത് വേസ് ഉണ്ട്, അതിനെ ന്യൂറൽ പാത്ത് വേസ് എന്നാണ് പറയുക. നമ്മളിപ്പോ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവുകയാണ്. ആദ്യം ന്യൂറൽ പാത്ത് ഉണ്ടാവില്ല, ആ ഒരു കാര്യത്തെ ബ്രെയിൻ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുകയാണ്, എന്താണ് ഈ ഒരു ആക്ടിവിറ്റി ഇപ്പൊ ചെയ്തത് എന്ന്. ഇപ്പൊ ബ്രെയിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കണം, നമ്മൾ ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒരു രീതിയിലാണ് ബ്രെയിൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വാച്ച് ചെയ്യും, ഇതെന്താണ് ഇന്നൊരു പുതിയൊരു ആക്ടിവിറ്റി. ദെൻ നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മുടെ മുതലാളി സ്ഥിരമായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നത് ഐഡന്റിഫൈ ചെയ്യും. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എളുപ്പമായിട്ട് വരുന്നത്. നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ ഈ പ്രോഗ്രാംസിന്റെ ഒക്കെ വലിയ ബിസിനസ്മാൻ ആണ്, അതിന്റെ ഫൗണ്ടർ ആണ് ബിൽ ഗേറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ ബിൽ ഗേറ്റ്സ് വളരെ ഭയങ്കര ഒരു ഇന്നോവേഷൻ ആണ് ഒരു നടത്തിയത്. അപ്പോൾ ഈ ഒരു ബിൽ ഗേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത്തരം ഇത്തരം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങളെ കമ്പനിയിൽ നിന്ന് എങ്ങനെ നേടാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു ഉത്തരം, ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജോബ് അത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്തു തീർക്കാൻ എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്റ്റാഫിന്റെ കൂട്ടത്തിലെ ഏറ്റവും ലേസി ആയിട്ടുള്ള, ഏറ്റവും മടിയനായിട്ടുള്ള വ്യക്തിയെ അത് ഏൽപ്പിക്കുമെന്നാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല്, ഇദ്ദേഹത്തിന്റെ നേച്ചർ തന്നെ മടിയാണ്, കൂടുതലൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇയാളെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബോസ് ഏൽപ്പിച്ച ജോലിയാണല്ലോ, ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ആള് വളരെ പെട്ടെന്ന് എങ്ങനെ അത് ചെയ്യാമെന്നുള്ള ചിന്തിക്കും, എന്നിട്ട് ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്തു തീർക്കുമെന്നാണ്. അപ്പൊ ബിൽ ഗേറ്റ്സ് ചിന്തിച്ചത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ അപ്പം അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു ഐഡിയ, ഒരു പാത്ത് കണ്ടുപിടിക്കുന്നത് ആ ഒരു മടിയ ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം അല്ലെ. ആദ്യം ഇങ്ങനെ ഈ ഒരു എല്ലാ സംഭവങ്ങളായിട്ട് നമ്മുടെ മൈൻഡ് അത് കണക്റ്റ് ആയി വരില്ല അല്ലെ. നമ്മളെ കോമഡിയിൽ പറയാറുണ്ട് അല്ലെ, ക്ലച്ചും ഗിയറും ഒക്കെ ചവിട്ടിയിട്ട് ആ ഒരു സിനിമയിലെ സീനൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പൊ അത് ബ്രെയിന്റെ ഒരു രീതിയാണ്. നമ്മൾ
പഠിക്കുന്ന സമയത്ത് ഓരോന്നും വളരെ കഷ്ടപ്പാടായിരിക്കും. പിന്നെ അത് സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. സ്ഥിരമായി ആള് വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് എല്ലാം ഒരു സബ് കോൺഷ്യസിൽ അലൈൻ ചെയ്ത് ആ ഇതിപ്പോ ഇയാള് സ്ഥിരം ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഇത് വേഗം ബ്രെയിൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമുക്കത് നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ ഉള്ള സഹായമാകുന്നത്. അല്ലാതെ ചില ആളുകൾ ഇപ്പൊ പറയും ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ഒക്കെ പാസ്സായി, പക്ഷെ എനിക്ക് ഇപ്പൊ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പിന്നിലുള്ള കാര്യം ഇത് മാത്രമാണ്, ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് അത് ബ്രെയിനിനെ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സ്ഥിരമായി ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 വിധത്തിൽ അത് കൺസിസ്റ്റൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഫോഴ്സ്ഡ് കൺസിസ്റ്റൻസി, 2 ട്രെയിൻഡ് കൺസിസ്റ്റൻസി, മൂന്നാമതാണ് നമ്മൾ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പൊ ആദ്യം ഫോഴ്സ്ഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് അതിനെ കമ്പൽ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് അത് ശീലിച്ച് കഴിയുമ്പോൾ ദെൻ രണ്ടാമത് ട്രെയിനിങ് കൊടുക്കണം. അതിനൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെയുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി മാറ്റണം. ഇതിന് ശേഷം മാത്രം ഈ 2 സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിയൂ. നമുക്കറിയാം നമ്മൾ റോബോട്ടൊന്നും അല്ല, നമ്മൾ AI അല്ല, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി പ്രാക്ടീസ് ചെയ്യാൻ. നമുക്ക് സ്പിരിച്വൽ സ്റ്റഡീസ് പറയുന്നത് നമുക്ക് 3 ക്വാളിറ്റീസ്, 3 ഗുണങ്ങൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തേത് തമസിക് നേച്ചർ എന്നാണ് പറയുന്നത്. തമസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുക, നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി, ഒരു ഗുണം നമുക്കുണ്ട്, തമസിക് നേച്ചർ എന്നാണ് പറയുക. ഈ തമസിക് നേച്ചർ നമുക്ക് കൂടുതലായിട്ട് ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് മടി വരിക, നമുക്ക് വെറുതെ സമയം പാഴാക്കുക, ഒരു കാര്യം ചെയ്യാൻ ഒരു ഉന്മേഷം ഇല്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു തമസിക് നേച്ചർ മുന്നിട്ട് നിൽക്കുന്ന സമയത്താണ്. ദെൻ മറ്റൊരു ക്വാളിറ്റിയാണ് രജസിക് നേച്ചർ എന്ന് പറയും. രജസിക് അതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കാനുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ രജസിക് നേച്ചർ ഉള്ളത് കൊണ്ടാണ്. ദെൻ അത് കൂടുതലായാലും പ്രശ്നമാണ്. ഈ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരിക്കലും അവർ റെസ്റ്റ് എടുക്കില്ല. ഈ വർക്കഹോളിക് ആയിട്ടുള്ള ബോസുമാര് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള കാരണവന്മാര് ഒക്കെ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും അതുകൊണ്ട് അവര് സമ്മർദ്ദത്തിലേക്കാണ് പോകുന്നത്. അവര് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ കൊക്കക്കോള അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ഗ്യാസ് നിറച്ച ബോട്ടിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും, മൊത്തം അത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകുന്ന പോലെ കാണാൻ കഴിയും. അപ്പൊ ഈ രജസിക് നേച്ചർ കൂടുതലായിട്ട് നമ്മളിൽ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ വരും. ദെൻ മൂന്നാമത്തെ ഗുണമാണ് സത്വഗുണം എന്ന് പറയും, സാത്വിക് നേച്ചർ. സാത്വിക് നേച്ചർ ആണ് ശരിക്കും നമ്മളെ കാം ആൻഡ് പീസ് ആയിട്ടിരിക്കാൻ, നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ഈ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാനും, ആക്ടിവിറ്റി ചെയ്യേണ്ട ആക്റ്റീവ് ആവേണ്ട സമയത്ത് ആക്റ്റീവ് ആകാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വയം ഒന്ന് റിവ്യൂ ചെയ്യുക, എനിക്ക് ഇതിൽ ഏതാണ് മികച്ചു നിൽക്കുന്നത്. അത് ഡിപ്പെൻസ് ആണ്, അത് ഏത് സമയവും മാറി വരാം. നമ്മുടെ ഓരോ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് ഗുണങ്ങളും മാറി മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് അവെയർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ആ ഒരു സാത്വിക് നേച്ചറിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇമോഷൻസ് നമ്മളിലുണ്ട്
ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി പ്രാക്ടീസ് ചെയ്യാൻ. അല്ലാതെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്ന കുറെ ബേസിക് ക്വാളിറ്റീസ് ഉണ്ടല്ലേ, സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക, സ്വയം മൂല്യം കൊടുക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ അതൊക്കെ നമ്മുടെ ബേസ് ആണ്. അത് നമുക്ക് മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോ ഈ കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഗിൽറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെയാണ്, ഞാൻ എന്ത് തീരുമാനിച്ചാലും ഇങ്ങനെ തന്നെ, നടക്കൂല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യുക, സെൽഫ് വർത്ത് പോവുക, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക. ആ രീതിയിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് പല സമയത്ത് പല രീതിയിലുള്ള ഒരു ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാതെ, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക, നമ്മുടെ കഴിവ് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗാർഡനിങ് രീതിയിൽ, ഇപ്പൊ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഗാർഡൻ ഉണ്ടാവില്ല അല്ലെ. കുറെ നമ്മൾ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെതായ സമയവും എടുക്കണം. പെട്ടെന്ന് അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഓരോ ഇതിനും അത് വിരിയാനുള്ള സമയങ്ങൾ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു പേഷ്യൻസ് കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ക്രിയേറ്റീവ് എബിലിറ്റി എവിടെയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാനുള്ള, അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു കാരണം, എന്തിന്, വൈ ഞാനിത് ചെയ്യണം, എന്തിനിത് ചെയ്യണം എന്നുള്ള ആ ഒരു റീസൺ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുമ്പോൾ അത് നമുക്ക് മോട്ടിവേഷൻ ആയിട്ട്, നമ്മുടെ അത് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ദെൻ ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നല്ല ഈ പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം വിട്ടുപോയാലും നമ്മൾ നമ്മുടെ മൈൻഡ് കൊണ്ട് അത് വിട്ടുപോയി എന്നുള്ള ഒരു ഫീല് വരാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. 2 മിനിറ്റ് കൊണ്ട് അത് ചെയ്തു എന്ന് വരുത്തി തീർക്കുക. കാരണം നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കി കൊടുക്കാനാണ്, ഇന്ന് മിസ് ചെയ്തിട്ടില്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പൊ വായന ശീലിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, അന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു, ഒട്ടുമായി ദെൻ ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക, ദെൻ ജസ്റ്റ് 1 പേജോ അല്ലെങ്കിൽ കുറഞ്ഞ സമയം. അപ്പൊ ബ്രെയിൻ ഓക്കെ, ആ ഹാബിറ്റ് ആള് വിട്ടിട്ടില്ല, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസിസ്റ്റൻസി ഒരു നാച്ചുറൽ ആയിട്ട് നമ്മുടെ നമ്മുടെ ബ്രെയിനിനെ അത് എന്താ പറയാ, ഒരു പുതിയൊരു സംഭവം പഠിപ്പിക്കുന്ന പോലെയല്ല, അതിനോട് അലൈൻ ചെയ്തിട്ട് നമുക്ക് ശീലിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്റ്റെപ്പും ആണ് നമ്മളെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ ഈ ഒരു സെഷൻ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഇന്ന് 24-ാമത്തെ സെഷൻ ആണല്ലേ. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു ഇത് ഇടുന്ന സമയത്ത്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കി, ഓ ഇത് 24-ാമത്തെ സെഷനാണ്. ഇപ്പൊ ഞാനൊരു 24 സെഷൻ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കില്ല. ഇന്നത്തെ ഉൾപ്പെടെയുള്ള ഓരോ സെഷനുകളും ആണ് അതിലേക്ക് എത്തിച്ചത്. അപ്പോ ഒരു സെഷനിൽ നമുക്ക് അത്ര നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത സെഷൻ നമ്മൾ അവിടെ മുടക്കുകയാണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി അവിടെ പോയി. അപ്പൊ തുടർച്ചയായിട്ട് ശരിക്കും ഒരു വർഷത്തില് 52 ആഴ്ചകളാണ് ഉള്ളത് അല്ലെ. അപ്പം 52ന്റെ പകുതി എന്ന് പറയുമ്പോൾ 26 അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ അടുത്തു. ശരിക്കും ഒരു വർഷത്തിന്റെ പകുതി സെഷനിലേക്ക് നമ്മൾ സെഷൻ നടത്തി എന്നുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മൾ. അപ്പൊ അതിന്റെ പിന്നിലുള്ളത് ഓരോ സെഷനും അന്നേരം ആ ഒരു സെഷനിൽ മാത്രം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാല് ഗോൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള ഒരു തിയറിയാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ നമ്മള് ഈ ഇന്ന വർഷത്തിൽ നമ്മൾ ഇന്നത് നേടും എന്ന് പറഞ്ഞാല്
അത്രയും വരെ നമ്മളിങ്ങനെ വലിയൊരു ജോലിയായിട്ട് വലിയൊരു ടാസ്ക് ആയിട്ട് കരുതിയിരിക്കാതെ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ then അതിൽ 12 മാസമുണ്ട്. നമുക്കപ്പോൾ ഓരോ മാസവും നേടിയെടുക്കേണ്ട കാര്യങ്ങളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ഒരു മാസത്തിൽ തീർന്നില്ല, ഒരു മാസത്തിൽ 4 ആഴ്ചയുണ്ട്, വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ഈ ഓരോ ആഴ്ചകളിലും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. ദെൻ ആഴ്ചയിലും തീർന്നില്ല, ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്, അവിടെയും നമുക്ക് പ്ലാൻ ചെയ്യാം ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന്. ദിവസങ്ങളിലും നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം തിയറികൾ നമുക്കുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ. അപ്പോ അതൊക്കെ ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തിയറികളിലേക്ക് പോകുന്നതിനേക്കാളും നമുക്ക് ആ ഒരു മനസ്സുകൊണ്ടുള്ള അലൈൻമെന്റ് വരിക, നമ്മൾ ആ ക്രിയേറ്റീവ് ഏരിയ തിരിച്ചറിയുക എന്നുള്ളതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു നമുക്ക് ഏതാണോ ചെയ്യാനുള്ള ആക്ടിവിറ്റി അതിലേക്ക് നമ്മുടെ മൈൻഡ് കൂടുതലായിട്ട് അതിന് താല്പര്യം കൊടുക്കുക. ഇപ്പം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷികതാ സിദ്ധാന്തം കണ്ടുപിടിച്ച സമയത്ത് പല സയന്റിസ്റ്റുകളും അതിനെ ഇങ്ങനെ ആ, ആളോട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്ന സമയത്ത് വളരെ ചുരുക്കിയിട്ട് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. E=mc² എന്ന് പറയുന്ന വലിയ ഇക്വേഷൻ അതിന്റെ തിയറിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അപേക്ഷികതാ സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നു, ആ സമയം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അല്ലെ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ സ്പെൻഡ് ചെയ്യുമെങ്കിൽ, ഓ പെട്ടെന്ന് തീർന്നു പോയല്ലോ, കഴിഞ്ഞു പോയല്ലോ, എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എന്നുള്ള ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. അതേ സമയത്ത് നമ്മളൊരു തീയില് നമ്മൾ കൈമുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്ലേസിൽ നമ്മൾ എത്തിപ്പെട്ടു, അപ്പൊ അവിടെ നമുക്ക് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഒരുപാട് മണിക്കൂറുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഐൻസ്റ്റീൻ അത് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് നമുക്ക് അതിന്റെ റിസൾട്ടുകളും കിട്ടുന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മണിക്കൂർ എടുത്തു, നമ്മൾ എത്ര സമയം എടുത്തു ചെയ്തു എന്നതിനേക്കാളും എത്ര ഫീൽ ചെയ്തു, എത്ര അത് ഇഷ്ടപ്പെട്ട് ചെയ്തു എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിനെ നമുക്ക് കൂടുതലായിട്ട് ആ, നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്നും ഫീഡ്ബാക്ക് പറയുന്ന അല്ലെങ്കിൽ റീക്യാപ്പ് ചെയ്യുന്ന ബെസ്സി മാം എത്തിയിട്ടില്ല. സോ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്, ആരാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ദെൻ ഇതൊക്കെ നമ്മുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമുക്ക് തുറന്ന് പറയാൻ, നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹായ് സർ, നമ്മള് ഹായ് സാറ് ഷബിന പറഞ്ഞത് മാം. 2 മിനിറ്റെങ്കിലും ചെയ്യാന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. കാരണം നമ്മളത് തിരക്കാവുമ്പോൾ അത് നിർത്താണ്ട് അപ്പൊ അതൊരു അങ്ങനെ കൊണ്ടുപോകുന്നുള്ള നമ്മുടെ ബ്രെയിൻ അത് ഇതാവുന്നുള്ളത് അതൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നി. അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഒരു പുതിയ അറിവാണ്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഷബിന മാം. യെസ്, അതാണ് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്.
കൺസിസ്റ്റൻസി മുടങ്ങാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു ട്രിക്കാണ്. നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ നമ്മൾ അതായത് അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ പറ്റിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ആക്ടിവിറ്റിയുടെ ഒരു സ്റ്റാർട്ടിങ് പാർട്ട് നമ്മൾ ആ ഒരു നടക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. Then നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തുക. പക്ഷെ ആ ഒരു ആക്ടിവിറ്റി ജസ്റ്റ് 2 മിനിറ്റിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹംസ സാർ, ടീന മാം, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ പങ്കെടുത്തവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു. വീണ്ടും നമുക്ക് 25ാമത്തെ സെഷനാണ് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.